ഓഫ് മൈസീലിയം, മൈസീലിയത്തിൻ്റെ മോർഫോളജി, അതേപോലെ തന്നെ മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ, ദെൻ ഫ്രൂട്ടിംഗ് ബോഡീസ്. ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മൾ ഫംഗസിനെ 4 ഗ്രൂപ്പുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫൈക്കോമൈസീറ്റ്സ്, ആസ്കോമൈസീറ്റ്സ്, ബസീഡിയോമൈസീറ്റ്സ്, ഡ്യൂറ്ററോമൈസീറ്റ്സ്. ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ദെൻ എക്സാമ്പിൾ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഇനി നോക്കാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫംഗൽ ഗ്രൂപ്പ്, അതായത് കിങ്ഡം ഫഞ്ചയിൽ വരുന്ന 4 ഗ്രൂപ്പായിട്ടുള്ള ഫൈക്കോമൈസീറ്റ്സ്, ബസീഡിയോമൈസീറ്റ്സ്, ആസ്കോമൈസീറ്റ്സ്, ഡ്യൂറ്ററോമൈസീറ്റ്സ്, 4 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ 4 ഗ്രൂപ്പുകളും അവരുടെ മെയിൻ ഫീച്ചേഴ്സ് ആൻഡ് ദെൻ എക്സാമ്പിൾ. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പാണ് ഫൈക്കോമൈസീറ്റ്സ് എന്ന് പറയുന്നത്. ഇവരുടെ മൈസീലിയം നോക്കുകയാണെങ്കിൽ അസെപ്റ്റേറ്റ് അല്ലെങ്കിൽ സീനോസൈറ്റിക്. സീനോസൈറ്റിക് നമുക്കറിയാലോ എന്താണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്യൂബ് ഫീൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. ഈ ഒരു സീനോസൈറ്റിക് കണ്ടീഷനെ തന്നെയാണ് നമ്മൾ അസെപ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദെൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെയിൻലി സൂസ്പോർ വഴിയും അല്ലെങ്കിൽ അപ്ലാനോസ്പോർ വഴിയാണ്. അതേപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗ്യാമേറ്റിന്റെ ഫ്യൂഷൻ വഴിയാണ്. ഈ ഗ്യാമേറ്റ് ഫ്യൂഷൻ മേ ബി ഐസോഗ്യാമസ് ആവാം, അനൈസോഗ്യാമസ് ആവാം. ഐസോഗ്യാമസ് എന്ന് പറയുന്നത് സിമിലർ മോർഫോളജി ഉള്ള ഗ്യാമേറ്റിന്റെ ഫ്യൂഷൻ, അതിനെയാണ് നമ്മൾ ഐസോഗ്യാമസ് എന്ന് പറയുന്നത്. ഡിസിമിലർ മോർഫോളജി, അതായത് ഡിസിമിലർ മോർഫോളജി ഉള്ള ഗ്യാമേറ്റിന്റെ ഫ്യൂഷൻ നമ്മൾ അനൈസോഗ്യാമസ് എന്ന് പറയുന്നു. ഈ ഒരു ഫൈക്കോമൈസീറ്റ്സിൽ നമുക്ക് പഠിക്കാൻ 3 എക്സാമ്പിൾ ആണ് മ്യൂക്കർ, റൈസോപ്പസ്, ആൽബുക്കോ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബ്രെഡ് മോൾഡ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ബ്രെഡ് മോൾഡിന്റെ പേരെന്താന്ന് വെച്ചിട്ട് അത് റൈസോപ്പസ് എന്നുള്ളത് നോക്കി വെക്കാം. കണ്ടോ, ഇതാണ് മ്യൂക്കർ. ദെൻ ബ്രെഡിൽ കാണുന്ന നമ്മളെ പൂപ്പലുണ്ടല്ലോ, അതിനെയാണ് റൈസോപ്പസ് എന്ന് പറയുന്നത്. ദെൻ ആൽബുക്കോ. നെക്സ്റ്റ് ഗ്രൂപ്പ് ആസ്കോമൈസീറ്റ്സ്. ഈ ആസ്കോമൈസീറ്റ്സിനെയാണ് നമ്മൾ സാക് ഫഞ്ചൈ എന്ന് പറയുന്നത്. കോപ്രോഫൈറ്റിക് ആവാം, പാരസൈറ്റിക് ഓർ കോപ്രോഫിലസ്. കോപ്രോഫിലസ് മീൻസ് ഡങ്ങിൽ കാണുന്നവരെയാണ് നമ്മൾ കോപ്രോഫിലസ് എന്ന് പറയുന്നത്. മൈസീലിയത്തിന്റെ ക്യാരക്ടർ എന്താണ്? മൈസീലിയം മീൻസ് ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ്. ദെൻ അസെക്ഷൽ സ്പോർ കൊണീഡിയ ആണ്. ദെൻ കൊണീഡിയ പ്രൊഡ്യൂസ്ഡ് ഇൻ കൊണീഡിയോഫോർ. അത് എക്സോജീനസ്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു സ്ട്രക്ചർ, അതായത് കൊണീഡിയോഫോർ എന്ന് പറയുന്ന സ്ട്രക്ചർ, ഈ കൊണീഡിയോഫോറിന് മുകളിലായിട്ട് ഡോട്ട് ആയിട്ട് ഫോം ചെയ്യുന്നതൊക്കെ എന്താണ്? സ്പോറുകളാണ്. ആ സ്പോറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊണീഡിയ എന്ന് പറയുന്നത്. എക്സോജീനസ്ലി എന്ന് പറയുന്നത് എന്താണ്? സെല്ലിന് പുറത്തായതുകൊണ്ടാണ് നമ്മൾ എക്സോജീനസ്ലി എന്ന് പറയുന്നത്. ഇനി സെക്ഷൽ സ്പോർ എന്ന് പറയുന്നത് എന്താണ്? ആസ്കോമൈസീറ്റിലെ സെക്ഷൽ സ്പോർ ആസ്കോസ്പോർ ആണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ്കസ് എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ്. കണ്ടോ, ഇത്രയും ലെങ്തിലുള്ള കാണുന്ന ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ആസ്കസ്. പക്ഷേ ഈ ആസ്കോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? എൻഡോജീനസ്ലി ആണ്. അതായത് സെല്ലിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു? ആസ്കോസ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് എൻഡോജീനസ്ലി. ഓക്കെ, എക്സാമ്പിൾ ആസ്പെർഗില്ലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ന്യൂറോസ്പോറ എന്ന് പറയുന്നത് ജനറ്റിക് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ്. അതേപോലെ തന്നെ ചില മെമ്പേഴ്സ് ആയിട്ടുള്ള മോറൽസും ടഫിൾസും ഒക്കെ എന്താണ്? എഡിബിൾ ആയിട്ട് ഫംഗസുകളാണ്. മോറൽസും ടഫിൾസും ഒക്കെ നമ്മൾ എഡിബിൾ ഫഞ്ചി ആയിട്ടാണ് കണക്കാക്കുന്നത്. തേർഡ് ഗ്രൂപ്പ് ഈസ് ബസീഡിയോമൈസീറ്റ്സ്. ബസീഡിയോമൈസീറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫംഗസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മളുടെ മനസ്സിൽ വരുന്ന രൂപം എന്താണ്? കൂണുകളാണ് അല്ലേ? ഈ കൂണുകൾ വരുന്ന ഗ്രൂപ്പാണ് എന്ത്? ബസീഡിയോമൈസീറ്റ്സ്. സോ കോമൺലി നോൺ ഫോംസ് ആണ് മഷ്റൂംസ്, പഫ് ബോൾസ്, ബ്രാക്കറ്റ് ഫഞ്ചൈ എന്നൊക്കെ പറയുന്നത്. മൈസീലിയം ഈസ് ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ്. അസെക്ഷൽ സ്പോർസ് ഇവിടെ ജനറലി നോട്ട് ഫൗണ്ട്. സെക്സ് ഓർഗൻസ് ആബ്സെന്റ് ആണ്. സെക്സ് സ്പോർ, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനുള്ള സ്പോർസ് ബസീഡിയോ സ്പോർ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ബസീഡിയ. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബസീഡിയോ കാർപ്പിലായിരിക്കും. എക്സാമ്പിൾ അഗാരിക്കസ് ഉണ്ട്. അതായത് മഷ്റൂമിനെ പറയുന്ന പേരാണ് അഗാരിക്കസ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിലായിട്ട് ബ്രെഡ് മോൾഡ് പറഞ്ഞ പോലെ തന്നെ അഗാരിക്കസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അസ്റ്റിലാഗോ കൊടുത്തിട്ടുണ്ട്, പക്സീനിയ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്താണ്? ഈ ഒരു ബസീഡിയോമൈസീറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഫംഗസിന് എക്സാമ്പിൾ ആണ്. ഫോർത്ത് വൺ ഡ്യൂറ്ററോമൈസീറ്റ്സ് ആണ്. ദേ ആർ കോമൺലി നോൺ as imperfect fungi. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. ഇംപെർഫെക്റ്റ് ഫഞ്ചൈ. എന്തുകൊണ്ടാണ് ഡ്യൂറ്ററോമൈസീറ്റ്സിനെ ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഏതാണ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ? അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഡ്യൂറ്ററോമൈസീറ്റ്സ് ആണ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്നറിയപ്പെടുന്നത്. ബിക്കോസ്
ഓൺലി അസെക്ഷൽ ആൻഡ് വെജിറ്റേറ്റീവ് ഫേസസ് ആണ് അവരിൽ ഇന്ന് അറിയപ്പെട്ടിട്ടുള്ളത്. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ആ ഒരു ഫേസ് അവരിൽ ഇപ്പോഴും അൺനോൺ ആണ്. മെമ്പേഴ്സ് സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഫോംസ് ഉണ്ട്, പാരസൈറ്റിക് ആയിട്ടുള്ള ഫോംസ് ഉണ്ട്, ദെൻ ആൾട്ടർനേറിയ ചിത്രം കൊടുത്തിട്ടുണ്ട്, ആൾട്ടർനേറിയ, ദെൻ കോളിറ്റോട്രിക്കം, ട്രൈക്കോഡർമ എന്നൊക്കെ പറയുന്ന ട്യൂറ്ററോമൈസിറ്റ്സിൽ വരുന്ന എക്സാമ്പിൾ ഇതാണ് കോളിറ്റോട്രിക്കം. അതായത് ഫംഗസ് അഫക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് പാർട്ടാണ് ഇത് കാണിക്കുന്നത്, കോളിറ്റോട്രിക്കം, ദെൻ ട്രൈക്കോഡർമ. ഇനി നാലാമത്തെ കിങ്ഡം ആയിട്ടുള്ള കിങ്ഡം പ്ലാന്റയിലേക്ക് കിടക്കുകയാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല, കാരണം നെക്സ്റ്റ് ചാപ്റ്റർ പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഞ്ചാമത്തെ കിങ്ഡം സുവോളജിയിൽ കിങ്ഡം അനിമേലിയ എന്ന് പറഞ്ഞിട്ടും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് പോയിന്റുകൾ മാത്രം നോക്കി പോവുകയാണ്. ഫസ്റ്റ് വൺ കിങ്ഡം പ്ലാന്റ്. കിങ്ഡം പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഓൾ യൂക്കാരിയോട്ടിക് ആൻഡ് ക്ലോറോഫിൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഓർഗാനിസം ആണ് വരുന്നത്. അപ്പോൾ അതിൽ ചില മെമ്പേഴ്സ് എന്താണ് ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഫോംസ് ഉണ്ട്. അത്തരത്തിലുള്ള ഫോംസ് ആണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സും അതേപോലെ തന്നെ പാരസൈറ്റും. ഇൻസെക്ടിവോറസ് അതായത് നമ്മൾ ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്തിട്ട് ഭക്ഷണമാക്കി കഴിക്കുന്ന പ്ലാന്റ്സിന്റെ ഒക്കെ ചിത്രം കണ്ടിട്ടുണ്ടല്ലേ. ബ്ലാഡർവേർട്ട്, വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്നത് ഇൻസെക്ടിവോറസ് പ്ലാന്റിന് എക്സാമ്പിൾ ആണ്. ദെൻ കസ്ക്യൂട്ട എന്ന് പറയുന്നുണ്ട്. കസ്ക്യൂട്ട അറിയുന്ന അല്ലെങ്കിൽ മൂടില്ലാത്ത ആളി എന്ന് പറയുന്നത് എന്താണ് പാരസൈറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് കണ്ടോ, ഇതാണ് ബ്ലാഡർ വേർട്ട്, വീനസ് ഫ്ലൈ ട്രാപ്പ്. ഈ ഒരു ട്രാപ്പിനകത്തേക്ക് ഇൻസെക്ട് വന്നിരിക്കുകയാണെങ്കിൽ അത് ക്ലോസ് ആയിട്ട് അങ്ങനെ അവരെ ട്രാപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഇൻസെക്റ്റിനെ ക്യാപ്ചർ ചെയ്യുന്നത്. ദെൻ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഇതാണ് എന്ത് കസ്ക്യൂട്ട എന്ന് പറയുന്നത്. കിങ്ഡം അനിമേലിയ ഹെറ്ററോട്രോഫ്സ് ആയിരിക്കും, അതേപോലെ തന്നെ യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ഓർഗാനിസം എന്ന് പറയുന്ന മൾട്ടി സെല്ലുലാർ ആയിരിക്കും. ദേ ലാക്ക് സെൽ വോൾ കാണുന്നില്ല. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹോളോസോയിക് ആണ്, അതേപോലെ തന്നെ മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് കിങ്ഡം അനിമേലിയയിൽ